മൾട്ടി കളറ് ഫ്ലവർ ബീഡ്സും വൈറ്റ് പേളൊക്കെ ഉപയോഗിച്ച് മെമ്മറി വയറിലൊരു വളയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കണത്. ഞാനിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ മെമ്മറി വയർ. അതിനുശേഷം നമ്മൾ ഈ അറ്റം വളച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇനി നമുക്കിതിൽ പേള് കോർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം വൈറ്റ് പേളാണ് കോർത്ത് കൊടുക്കുന്നത്. ഒരു 6 കളറ് ആണ് ഈ ഫ്ലവർ ബീഡ് ഉള്ളത്. പിന്നെ നമ്മളൊരു കളർ ഫ്ലവർ ബീഡ് കൊടുത്തിട്ടുണ്ട്. വീണ്ടും വൈറ്റ് പേള്. അങ്ങനെ ഈ 6 കളറും കോർത്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇതേപോലെ ഇത് മുഴുവനായിട്ട് കോർത്തെടുക്കാം കേട്ടോ. ഇത് മുഴുവനായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കോർത്തിട്ട് അവസാനം വരണത് ഭാഗവും നമ്മളിങ്ങനെ വളച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് ഒരു ഹാങ്ങിങ് ആണ് കൊടുക്കണത് കേട്ടോ. അതിന് സിൽവർ കളർ ഒരു ചെയിൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സിൽവർ കളറുള്ള ഹെഡ് പിൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് റിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഹെഡ് പിന്നിൽ വൈറ്റ് പേള്, പിന്നെ ഞാൻ പർപ്പിൾ കളറുള്ള ഫ്ലവർ ബീഡാണ് എടുത്തിട്ടുള്ളത്. വീണ്ടും ഒരു വൈറ്റ് പേള് അങ്ങനെ കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ലെങ്ത് ഉണ്ട്, അതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് കളയാട്ടോ. ഇനി നമുക്കൊന്ന് വളച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഈ ചെയിൻ കോർത്ത് കൊടുക്കാം കേട്ടോ. ചെയിൻ കോർത്ത് കൊടുത്തിട്ട് നമുക്ക് പ്രസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. ഇങ്ങനെയാണ് കേട്ടോ കിട്ടുക. ഇതേപോലെ ഒരെണ്ണം കൂടി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതിനി നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഈ സൈഡ് റിങ് എടുത്തിട്ടുണ്ട്. അതിലിത് കോർത്ത് കൊടുത്തിട്ട് നമ്മളിതിൻ്റെ അറ്റത്ത് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇതേപോലെ തന്നെ ഈ ഭാഗത്തും ചെയ്യാം കേട്ടോ. അങ്ങനെ 2 സൈഡിലും ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ മെമ്മറി വയറിൻ്റെ ബാങ്കിള് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. മൾട്ടി കളർ ആയതുകൊണ്ടും ഫ്ലവർ ബീഡിനും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അയക്കണം കേട്ടോ.